രാവിലെ തന്നെ നേരം വെളുക്കാനുള്ള പഠിച്ചോനെ മുറ്റത്തിൻ്റെ കഥ കണ്ടില്ലേ. ഞാൻ ആദ്യം നമ്മൾ ചൂലെടുത്തിട്ട് അതാണ്ട് അടിക്കാമെന്ന് വിചാരിച്ച് അതടിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. മുറ്റഞ്ഞി നമ്മൾ നേരെ തിരുമ്പാനാണ് പോണത്. തിരുമ്പാൻ ഒരു മല ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് 2 ട്രിപ്പാക്കിയിട്ട് ഇടണം. ഒരു ട്രിപ്പാണ്ട് കറങ്ങി കണ്ടിട്ട് പോകും അടുക്കളയ്ക്ക്. എന്നാൽ പിന്നെ അതവിടെ കിടന്ന് കറങ്ങിക്കോളേ. എന്നിട്ട് 2 അടുപ്പ് നമ്മൾ പതിവ് പോലെ കത്തിച്ചിട്ടുണ്ട്. ഒന്നിൽ നമ്മൾ വെള്ളം, അതുപോലെ തന്നെ മറ്റേതിൽ നമ്മൾ അപ്പമാണ് ഉണ്ടാക്കാറുള്ളത്. ഈ ദോശ ഉണ്ടല്ലോ എല്ലാവരും മടുക്കുമെന്ന് പറയില്ല. ഇതിൽ കുറച്ച് തേങ്ങ ഇട്ട് നൈസാക്കിയിട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആർക്കും മടുക്കൂല കേട്ടോ. പിന്നെ ഒരു ട്രിപ്പ് പുട്ടുണ്ടാക്കി. ഈ പുട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുട്ടും കൂടി കടയത്ത് മൾട്ടിയതാണ് പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പച്ചക്കറി അരിഞ്ഞ് ദോശ ഇട്ട് കഴിഞ്ഞപ്പോൾ ആ അടുപ്പ് തന്നെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. പൂത്തിൻ്റെ അപ്പുറത്തെ അടുപ്പത്തെ വെള്ളം തളിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇനി എന്ത് ചെയ്യണം, കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് ചായ ഉണ്ടാക്കണം. അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഫ്ലാസ്ക് വയ്ക്കും. പിന്നെ അതിൽ എന്നിട്ട് അരി ഇടും കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അത് കഴിഞ്ഞിട്ട് നേരെ പോയി അടിച്ചോരി തുടച്ച് അപ്പോൾ തുടച്ച അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. എങ്ങനെയുണ്ട്? നേരെ കൊല്ലയുമ്പോൾ പോയി നോക്കിയപ്പോൾ ഒരാളുണ്ടാവട്ടെ. ഇത് നമ്മൾ പെല്ലൻ്റെ ആളാണ്. ഏതായാലും ഇന്നലെ പോയിക്കണം, അവിടെ ഇരിക്കട്ടെ. പിന്നെ ബീഫ് അതിൻ്റെ അടിയിൽ കൊടുന്നപ്പോൾ അതൊന്ന് അരിഞ്ഞെടുത്ത് അങ്ങനെ നമ്മൾ തോരയുടെ ആളെ തിരഞ്ഞു പോയപ്പോൾ ആൾ ഭയങ്കര ബിസിയാണ്. അപ്പോൾ ഏതായാലും ഇടങ്ങാറാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തന്നെ പോയിട്ട് തോരട്ടെ. അപ്പോൾ ഈ വീഡിയോസൊക്കെ എനിക്ക് എടുത്തു തരുന്നത് എൻ്റെ മോളാണ്. അപ്പോൾ ഓളെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ കടയിൽ കണ്ട് വിട്ടിക്കണം കേട്ടോ.